ലിറ്റിൽ സ്റ്റാർസ്. മക്കളെ നോക്കിയേ, നമ്മുടെ ഫ്ലൈങ് കൈറ്റ് എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ നമുക്കൊരു ആക്ടിവിറ്റി ഒന്ന് പഠിക്കണ്ടേ? അതിൽ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ഒരു ആക്ടിവിറ്റി നമുക്കുണ്ട്. ആ ആക്ടിവിറ്റി ഏതെന്നറിയോ? നമ്മുടെ മിന്നുവിൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഓക്കെ, നമ്മുടെ മിന്നുവിൻ്റെ അമ്മയും തമ്മിലുള്ളൊരു സംഭാഷണം. ഇവിടെ നോക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം എന്താ? മദർ സീസ് എ ലിറ്റിൽ ബേർഡ് ഇൻ മിന്നുസ് ഹാൻഡ്. നമ്മുടെ അമ്മ മിന്നു എന്ത് ചെയ്യാണ്? മഴയത്ത് ഇങ്ങനെ ഓടി വരാണ്. മിന്നു എന്തോ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അമ്മ ചോദിച്ച്, മിന്നു കുട്ടി ഇതെന്താ കയ്യില്? വാട്ട് ഈസ് ആസ് മിന്നു? യു മേ ബിഗിൻ ലൈക്ക് ദിസ്. മിന്നു, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? അമ്മ എന്താ ചോദിക്കുന്നത്? ഓടി വരുന്ന മിന്നു മുറുക്കി എന്തോ പിടിച്ചിട്ടുണ്ട്. അമ്മ ചോദിക്കുകയാണ്, മിന്നുക്കുട്ടി ഇതെന്താ നിന്റെ കയ്യിൽ? അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കുഞ്ഞു സംഭാഷണം എഴുതണം. അപ്പം എൻ്റെ മക്കൾ റെഡി അല്ലേ? കുഞ്ഞു സംഭാഷണം എഴുതിയാൽ മതി നമുക്ക്. നോക്ക്, മദർ എന്താ ചോദിക്കുന്നേ? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? എന്താ മോളെ നിന്റെ കയ്യിൽ? അപ്പോൾ മിന്നു എന്താ പറയണ്ടേ? മിന്നുൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒരു കുഞ്ഞു പക്ഷിയാണല്ലേ. മദർ, ഇറ്റ് ഈസ് എ ലിറ്റിൽ ബേർഡ്. അമ്മ, ഇതൊരു കുഞ്ഞു പക്ഷിയാണ്. എൻ്റെ കയ്യിലുള്ളത് എന്താ? ഇതൊരു കുഞ്ഞു പക്ഷിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അമ്മ ഒബ്വിയസ്ലി എന്തായിരിക്കും ചോദിക്കാം? എവിടുന്ന് കിട്ടിയതാണ് ഈ പക്ഷിനെ? ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ദിസ്? എവിടുന്നാണ് ഈ പക്ഷിനെ നിനക്ക് കിട്ടിയത്? അപ്പം മിന്നു എന്ത് പറയണം? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ പ്ലേ ഗ്രൗണ്ട്. എവിടുന്ന് എനിക്ക് കിട്ടിയത്? പ്ലേ ഗ്രൗണ്ടിൽ നിന്നും. നമ്മളെല്ലാവരും കളിക്കാൻ പോയില്ലേ അമ്മേ ഗ്രൗണ്ടിൽ? അവിടെ നിന്നാണ് എനിക്ക് എന്ത് ചെയ്തത്? ഈ കുഞ്ഞു പക്ഷി എനിക്ക് കിട്ടിയത്. ഇനി ഇറ്റ്സ് സ്റ്റക്ക് ഇൻ ദ റെയിൻ. അമ്മ, മഴ പെയ്തപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്തു? പെട്ടെന്ന് ഓടി വീട്ടിലേക്ക്. ഞാൻ ഓടി വരുമ്പോൾ ഒരു കിക്കി കിക്കി എന്നുള്ള ശബ്ദം. ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ എന്താ ഉള്ളത്? വെൻ ഐ വെൻറ്റ് ക്ലോസ് ടു ഇറ്റ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് കുഡ് നോട്ട് ഫ്ലൈ. ഞാൻ അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഈ കുഞ്ഞു പക്ഷിക്ക് പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് മഴയത്ത് അവിടെ കുടുങ്ങിക്കിടക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, ബട്ട് വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ടു ദ ഹോം? പക്ഷെ നീ ഇത് എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ഓക്കെ, മഴയത്ത് പറക്കാൻ പറ്റുന്നില്ല, ശരി, സമ്മതിച്ച്. പക്ഷേ എന്തിനാണ് നീ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ഇതാണ് ആര് ചോദിക്കുന്നേ? അമ്മ ചോദിക്കുന്നേ അല്ലേ? മിന്നു എന്തായാലും മറുപടി പറയുന്നേ? മദർ, അമ്മേ, ഐ തോട്ട് ടു കീപ്പ് ഇറ്റ് ഹിയർ ഫോർ സം ഡേയ്സ്. ഞാൻ വിചാരിച്ചു പാവം പക്ഷിയല്ലേ, നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യാം? കുറച്ച് ദിവസം നമുക്ക് ഈ പക്ഷി എന്ത് ചെയ്യാം? ഒന്ന് വെക്കാം. വൺസ് ഇറ്റ് ഈസ് റെഡി ടു ഫ്ലൈ വി ക്യാൻ ലീവ് ദിസ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ പക്ഷി ഒന്നും ഇങ്ങനെ ചിറകൊക്കെ ഒന്ന് ഉണങ്ങി ചിറകൊക്കെ റെഡി ആയിട്ട് പറക്കാൻ റെഡി ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്കിതിനെ പുറത്ത് കൊണ്ടുപോയിട്ട് വിടാം എന്ന് ഞാൻ ചിന്തിച്ചു. അമ്മേ, പാവല്ലേ, ഇപ്പം അതിൻ്റെ ഒട്ടും വയ്യ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ഓക്കെ ദെൻ. അമ്മ സമ്മതിച്ചു. ഇത്രയും നമ്മൾ എഴുതിയാൽ മതി. ഇത് നമ്മൾ എഴുതിയത് ഒരു എന്താ പറയുക, പുറത്തു നിന്നുള്ള സെൻറ്റൻസസ് ഒന്നുമല്ല. എന്താണോ നമ്മൾ പുസ്തകത്തിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ നമ്മൾ പഠിച്ചത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങ് പുറത്തേക്ക് എടുത്ത് ഇത്തിരി മാറ്റം വരുത്തി നമ്മൾ എന്ത് ചെയ്തത്? എഴുതിയതാണ്. അപ്പോൾ എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് തന്നെ പഠിച്ചാൽ മതി ഈ ഒരു ചോദ്യത്തിന്. മനസ്സിലായല്ലോ? ഇതേപോലെ ഇനിയും നമുക്ക് എന്തുണ്ട്? പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഒത്തിരി വീഡിയോസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? ചാനലിൽ വരും. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ക്ലാസ് എടുത്ത് കാണണം. ഓക്കെ, ബൈ ബൈ ലിറ്റിൽ സ്റ്റാർസ്.